ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആര്യ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്, നമുക്കറിയാം 10th പ്രിലിമിനറിയുടെ എക്സാം ഡേറ്റ് വന്നു അല്ലേ? ജൂലൈ 18, അതുപോലെ തന്നെ ഓഗസ്റ്റ് 1 എക്സാം ഡേറ്റ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷനൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഏത് വരെയുള്ള കറണ്ട് അഫയേഴ്സ് നോക്കണം, അതുപോലെ നോക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ടൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ആരെങ്കിലും നമ്മുടെ CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഡൗൺലോഡ് ചെയ്യുക. അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഇതിൽ ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, നമുക്കറിയാം എല്ലാ എക്സാമിനും കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണെന്നറിയാം. അപ്പോൾ കറണ്ട് അഫയേഴ്സ്, ഡെയിലി ഫ്രീ ക്വിസ്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, PDFs, റാങ്ക് ആൻഡ് പെർഫോമൻസ് അനാലിസിസ് എന്നിവ അവൈലബിൾ ആണ്. അപ്പോൾ ഓർമ്മിപ്പിക്കാം, അല്ലെങ്കിൽ തീർച്ചപ്പെടുത്താം, എന്താണ് നമ്മുടെ പഠനത്തിൽ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ് ഇത് CC ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ്. നമ്മൾ എക്സാമിന് എവിടം വരെയുള്ള കറണ്ട് അഫയേഴ്സ് നോക്കണം, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നമുക്ക് അതിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ ഒന്ന് മനസ്സിലാക്കി പോവാം. അതിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇത്, നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ സിലബസ് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. അതിൻ്റെ വെയിറ്റേജ് എത്രയാണ്, ഏതൊക്കെ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം അല്ലേ. അപ്പോൾ നോക്കിക്കേ, 10th പ്രിലിമിനറി എക്സാം സിലബസ് ആണ്. അതിൽ ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല, ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ പോർഷനിൽ നമ്മൾ നോക്കേണ്ട ഏരിയകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക മേഖലയും കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ അവാർഡ്സ് ഒക്കെ ഉണ്ടല്ലേ. അവാർഡ്സ്, വേദികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി പോകേണ്ടതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെയിറ്റേജ് കൂടെ നമ്മളൊന്ന് നോക്കി വെക്കണം. എത്രയാണ് ഇതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്? വെയിറ്റേജ് എന്ന് പറയുന്നത് ഓർക്കുക, 10 മാർക്കാണ് അല്ലേ. എത്രയാണ് വരിക? 10 മാർക്കാണ് ഇതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. അതുകൂടെ ഒന്ന് ഓർക്കുക. അപ്പം നമ്മൾ പറഞ്ഞു, ഈ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യന് ഒന്ന് നോക്കാം. പ്രീവിയസ് ഇയറിൽ ചോദിച്ചതാണ്. നോക്കിക്കേ, 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആര് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയത് ആരാണ് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ്, കമൽഹാസൻ. അപ്പോൾ ഇതിലേതാണ് ആൻസർ ആയിട്ട് വരിക? നമുക്കറിയാം അല്ലേ, മോഹൻലാലാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക. അപ്പം നമുക്കറിയാം നാഷണൽ അവാർഡ്സ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് അവാർഡ്സ്, ഓസ്കാർ അവാർഡ്, അങ്ങനെ കുറേ അവാർഡുകളുണ്ട് അല്ലേ. അതുപോലെ തന്നെ നൊബേൽ പ്രൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം മലയാള സാഹിത്യ മേഖലയിലെ വിവിധ അവാർഡുകളുണ്ട്. അപ്പോൾ അവാർഡുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന കാര്യം ഓർക്കുക. നമുക്കപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നാഷണൽ അവാർഡ്സ് നോക്കാം. 2025 കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നാഷണൽ അവാർഡ്സ് 2025 എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിക്കേ, പ്രധാന പുരസ്കാരങ്ങളാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. നമ്മൾ പറഞ്ഞല്ലേ, ആർക്കാണ് കിട്ടിയത്? മോഹൻലാലിനാണ് കിട്ടിയത്. ഓർത്തിരിക്കുക, മോഹൻലാലിനാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയത് എന്ന കാര്യം ഓർക്കുക കേട്ടോ. മോഹൻലാലിനാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായത്. നമുക്ക് അടുത്ത കാറ്റഗറികൾ കൂടെ ഒന്ന് നോക്കാം. ഏതൊക്കെയാണ്? മികച്ച നടൻ. മികച്ച നടൻ ആരായിരുന്നു? ഓർത്തിരിക്കുക, ഷാരൂഖ് ഖാൻ. ചിത്രം ഏതാണ്? ജവാൻ എന്ന ഫിലിമിനാണ് കിട്ടിയത്. അതുപോലെ തന്നെ വിക്രാന്ത് മാസി. ഓർക്കുക, വിക്രാന്ത് മാസി. ഇവർക്കാണ് എന്തിന് കിട്ടിയത്? മികച്ച നടനുള്ള നാഷണൽ അവാർഡ് കിട്ടിയത് കേട്ടോ. ഓർത്തിരിക്കുക, മികച്ച നടൻ ആരൊക്കെയായിരുന്നു? ഷാരൂഖ് ഖാൻ, അതുപോലെ തന്നെ വിക്രാന്ത് മാസി. അതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇവർക്ക് ഏത് ഫിലിമിനാണ് ഈ അവാർഡ് കിട്ടിയത് എന്ന കാര്യം കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചുകൊള്ളുക. അടുത്താണ് മികച്ച നടി. മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ്? ഓർക്കുക, റാണി മുഖർജിയാണ് കേട്ടോ. ആരാണ്? റാണി മുഖർജിക്കാണ് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയത്. ഏത് ചിത്രത്തിനാണ് എന്ന കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ഫിലിമിനാണ് റാണി മുഖർജിക്ക് അവാർഡ് ലഭിച്ചത്. ഓക്കെ, അതുപോലെ മികച്ച ചിത്രം, ബെസ്റ്റ് ഫീച്ചർ ഫിലിം.
ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഏതായിരുന്നു? 12th ഫെയിലാണ് എന്ന കാര്യം ഓർക്കുക. 12th ഫെയിൽ എന്ന സിനിമയ്ക്കാണ് കിട്ടിയത് എന്ന് ഓർക്കുക. അതുപോലെ മികച്ച സംവിധായകൻ ആരായിരുന്നു? മികച്ച സംവിധായകൻ സുദീപ്തോ സെൻ ആണ്. ഏത് ചിത്രമാണ്? ദ കേരള സ്റ്റോറി എന്ന ഫിലിമിനാണ് കിട്ടിയത് എന്ന് ഓർക്കുക. അതുപോലെ മികച്ച ജനപ്രിയ ചിത്രം ഏതാണ്? റോക്കി ഓർ റാണി കി പ്രേം കഹാനി എന്നതായിരുന്നു മികച്ച ജനപ്രിയ ചിത്രം എന്ന് പറയുന്നത് കേട്ടോ. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ നമ്മൾ എപ്പോഴും പഠിക്കാൻ നേരത്ത് നമ്മുടെ മലയാളത്തിന് കിട്ടിയിട്ടുള്ള അവാർഡ്സ് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ദേശീയ പുരസ്കാരങ്ങൾ മലയാള ചലച്ചിത്രത്തിന് കിട്ടിയിട്ടുള്ളത് ഏതിനൊക്കെയാണ്, ഏതൊക്കെ വിഭാഗത്തിനാണ് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ മലയാളത്തിൻ്റെ പ്രധാന നേട്ടങ്ങൾ കൂടെ ഒന്ന് നോക്കുക. മികച്ച മലയാള ചിത്രം ഏതായിരുന്നു? ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്കാണ് കിട്ടിയത്. സംവിധാനം അതും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക, ക്രിസ്റ്റോ ടോമിക്കാണ് കിട്ടിയത് കേട്ടോ. അതുപോലെ മികച്ച സഹനടൻ ആരായിരുന്നു? വിജയരാഘവനാണ്. ഏത് ഫിലിമിനാണ് കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂക്കാലം എന്ന ഫിലിമിനാണ് കേട്ടോ. അതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാറ്റഗറിയാണ് മികച്ച സഹനടി. മികച്ച സഹനടിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഉർവശിയാണ്. ഏത് ചിത്രത്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്കാണ് എന്ന കാര്യം കൂടെ പഠിച്ചു വെച്ചോളുക. ഓക്കെ. അതുപോലെ മികച്ച എഡിറ്റിങ്ങും മികച്ച പ്രൊഡക്ഷൻ ഡിസൈനും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. മികച്ച എഡിറ്റിംഗ് കിട്ടിയത് ആർക്കാണ്? മിഥുൻ മുരളിക്കാണ്. പൂക്കാലം എന്ന ചിത്രത്തിനാണ് എന്ന കാര്യം ഓർക്കുക. അതുപോലെ മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ കിട്ടിയത് ആർക്കാണ്? മോഹൻദാസിനാണ്. ചിത്രം 2018. അപ്പോൾ പ്രധാനപ്പെട്ട നാഷണൽ അവാർഡ്സ് ആ വിഭാഗത്തിൽപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ പഠിച്ചു വെക്കേണ്ട അല്ലെങ്കിൽ നോട്ട് ചെയ്ത് പോകേണ്ട ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിന് കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോവുക കേട്ടോ. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ് സ്റ്റേറ്റ് അവാർഡ്സ്. അപ്പോൾ ഈ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, അത് നമ്മൾ പഠിച്ചു പോവുക. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത്. 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വേദികൾ, അതുപോലെ പ്രമേയം, ഇതൊക്കെ എന്താണ്? വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കേണ്ട ഏരിയ ആണ്, ഓർത്തിരിക്കുക കേട്ടോ. അപ്പം നമുക്കിവിടെ ഓപ്ഷൻസ് നോക്കാം. ബ്രസീൽ, ഇന്ത്യ, ചൈന, റഷ്യ. 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓർത്തിരിക്കുക, ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്. ബ്രസീലാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് വരിക. ഓർത്തിരിക്കുക, ഏതാണ്? ബ്രസീലാണ് എന്ന കാര്യം ഒന്ന് പഠിച്ചു വെച്ചോളുക. ബ്രസീലാണ് 17ാമത്. അപ്പോൾ എത്രാമത്തെ ഉച്ചകോടിയാണ് എന്ന കാര്യം ഒന്ന് നോക്കണം. അതുപോലെ തന്നെ ഏത് വർഷമാണ് എന്ന കാര്യവും കൂടെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് വേദികളൊന്ന് നോക്കാം. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി വേദി നമ്മൾ പറഞ്ഞു ബ്രസീൽ അല്ലേ. 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടി വേദിയായത് ഏതാണ്? ഓർക്കുക, ഇന്ത്യ ആണ് കേട്ടോ. 2026 ഏതാണ്? ഇന്ത്യ ആണ് എന്ന് ഓർക്കുക. 2025 51ാമത് G7 ഉച്ചകോടിയുടെ വേദി, അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക, കാനഡയാണ്. അപ്പോൾ എത്രാമത്തെയാണ്? 51ാമത്. 2025 51ാമത് G7 ഉച്ചകോടിയുടെ വേദിയായി തിരഞ്ഞെടുത്ത ഏതാണ്? കാനഡയാണ് എന്ന കാര്യം ഒന്ന് പഠിച്ചു വെച്ചോളുക. അടുത്താണ് 2026 52ാമത് G7 ഉച്ചകോടിയുടെ വേദി ഏതാണ്? ഫ്രാൻസ് ആണ് എന്ന കാര്യം ഓർക്കുക കേട്ടോ. 2025 51, 2026 52ാമത് വേദി. ഓക്കെ. 2025 46, 47 ആസിയാൻ ഉച്ചകോടി വേദി. 2025 46, അതുപോലെ തന്നെ 47 ആസിയാൻ ഉച്ചകോടികൾ നടന്നത്. അതിൻ്റെ വേദി എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് കൂടെ പഠിച്ചു വെച്ചോളുക. മലേഷ്യയാണ് കേട്ടോ. എവിടെയാണ്? മലേഷ്യയിലാണ് എന്ന കാര്യം കൂടെ നോട്ട് ചെയ്ത് വെക്കുക. അടുത്താണ് 2026 48, 49 ആസിയാൻ ഉച്ചകോടികൾക്ക് വേദിയാകുന്നത് എവിടെയാണ്? ഓർത്തിരിക്കുക, ഫിലിപ്പീൻസ് ആണ് കേട്ടോ. എവിടെയാണ്? ഫിലിപ്പീൻസ് ആണ് എന്ന കാര്യം ഒന്ന് പഠിച്ചു വെച്ചോളുക. അതുപോലെ 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയാകുന്നത്. അപ്പോൾ ഈ വിന്റർ ഒളിമ്പിക്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചോളുക. മിലാൻ കോർട്ടിനഡി അംബോസോ, അതെവിടെയാണ്? ഇറ്റലിയിലാണ് എന്ന കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ 2026 പുരുഷ T20 ലോകകപ്പ് വേദി.
നമുക്കറിയാവുന്നതാണ് ഏതാണ്, ഇന്ത്യ ശ്രീലങ്ക ആണ് എന്ന കാര്യം ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെച്ചോളുക. അപ്പം നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഏത് എന്ന് പറയുന്നത്, വേദികൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പറ്റി നോക്കാം. 2028 പുരുഷ T20 ലോകകപ്പ് വേദി 2028 ഏതാണ്? 2028 പുരുഷ T20 ലോകകപ്പ് വേദി ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലൻഡ് ആണ് എന്ന കാര്യം ഓർക്കുക കേട്ടോ. പുരുഷ T20 ലോകകപ്പ് വേദി 2028 എവിടെയാണ്? ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലൻഡ് ആണ് എന്ന കാര്യം ഓർക്കുക. 2025 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചോളുക, പാരീസ് ആണ്. ഏതാണ്? പാരീസ് ആണ് എന്ന കാര്യം ഓർക്കുക. 2026 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് വേദി 2026 ആണ് പറയുന്നത്. 2026 എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് നടക്കുന്നത് എന്ന കാര്യം ഓർക്കുക. 2025 പാരീസിലാണെങ്കിൽ 2026 നമ്മുടെ ന്യൂഡൽഹിയിലാണ് എന്ന കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് ഒരു ഭാഗം അവാർഡായിരുന്നു, മറ്റൊന്ന് വേദികളായിരുന്നു. അപ്പം നമ്മൾ പഠിച്ചു വെക്കേണ്ട, നമ്മൾ പറഞ്ഞു കലാ കായിക ശാസ്ത്ര മേഖലകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ അവിടെ നമ്മൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കുക, അവാർഡുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതുപോലെ വേദികൾ, പ്രമേയങ്ങൾ, ദിനങ്ങൾ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന കാര്യം ഓർക്കുക. അതുപോലെ പുതിയതായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചുകൊള്ളുക. അല്ലെങ്കിൽ പുതിയ പുസ്തകങ്ങൾ, പദ്ധതികൾ, ഇതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് തന്നെ പഠിച്ചു പോകണം കേട്ടോ. അപ്പോൾ ഈ ഏരിയകളുമായി ബന്ധപ്പെട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അതുപോലെ നമുക്ക് എവിടം വരെയുള്ള കറണ്ട് അഫയേഴ്സ് നോക്കണം എന്നൊരു ഡൗട്ട് കാണും, അതുകൂടെ ഒന്ന് മനസ്സിലാക്കുക. 2025 ജനുവരി മുതൽ ഡിസംബർ വരെയും അതുപോലെ തന്നെ നമ്മുടെ 2026 ജൂൺ വരെയുള്ള കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് നോക്കി പോവുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഒന്ന് പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. നമുക്കറിയാം അടുത്തത് ഇനി വരാൻ പോകുന്ന ഏതാണ്, LDC വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ LDC 2027 എന്നൊരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്ത് പഠിക്കുക. നമ്മൾ ഇനിയും ലേറ്റ് ആക്കരുത്, കാരണം നമ്മൾ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ട് പഠിക്കാം എന്ന് ഓർത്തിരിക്കരുത്. വേഗം തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മളിപ്പോഴേ പഠിച്ചു തുടങ്ങിയാലാണ് നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ 8590202323 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതുപോലെ മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.